ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. താങ്ക്സ് എല്ലാവരും വന്നതിന്. എല്ലാവരും സിനിമ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിരുന്നോ? നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പടം എല്ലാവരും കണ്ടിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഫുൾ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് വരുന്നത്. ഫാമിലി ഓഡിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും നമ്മളതിന് ഉത്തരം പറയാം. ആക്ച്വലി നമ്മൾ ഭയങ്കര ഒരു ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആക്ടേഴ്സ് വൈസിക്കലും. കാര്യം ഒരു മുറിയിനകത്ത് കൂടുതൽ പരിപാടികൾ നടക്കുന്നു. സോറി, ഒരു മുറിയിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നു. അതിനകത്ത് ഈ ഒരു ഡ്രാമ എങ്ങനെ വരും എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ താങ്ക്സ് ടു DOP, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാവരും അത്രയും നമ്മളെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും നമ്മളെ അത്രയും കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് പരിപാടികൾ റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സാധാരണ തിയേറ്റർ വിസിറ്റൊക്കെ പോകുമ്പോൾ പടം പ്രശ്നമാണെങ്കിൽ പോകാനൊരു പേടി ഉണ്ടാവും. പക്ഷേ ഈ പടത്തിന് ആ ഒരു പേടിക്കണമെന്നില്ല. തിയേറ്ററിൽ ചെന്നപ്പോൾ ഭയങ്കര രസമുള്ളൊരു അഭിപ്രായമാണ് നമുക്ക് തിയേറ്ററിൽ തന്നെ കിട്ടിയത്. സോ വെരി ഹാപ്പി. ഇനിയും ഒരുപാട് പേരിലേക്ക് പടം എത്താനുണ്ട്. എന്നാലും എത്തിയിരിക്കും നമ്മൾ വിശ്വസിക്കുന്നു. ഗുഡ് ഈവനിങ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം നല്ല റെസ്പോൺസാണ് കണ്ടവരെല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ പ്രസ് മീറ്റിംഗ് വെച്ചത് നമ്മളെല്ലാവരും കണ്ട കാര്യങ്ങളൊന്നും കൂടി സിനിമ എത്താത്ത ആൾക്കാരുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളൊരു പോയിന്റിലാണ്. അപ്പോൾ സാധാരണ എല്ലാ പടവും തിയേറ്ററിൽ ഇറങ്ങി കുറേ പേര് അത് തിയേറ്ററിൽ നിന്ന് മിസ് ഔട്ട് ചെയ്തിട്ട് OTT വന്നിട്ടുള്ള നല്ല പടമായിരുന്നു മെസ്സേജും കമൻറ്റും കുറേ വരാറുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മാക്സിമം ഈ പടം കാണാൻ ശ്രമിക്കും. എന്നാൽ മാത്രമേ പ്രൊഡ്യൂസറിന് നല്ലത്, നമുക്ക് നല്ല കാര്യമുള്ളൂ. അപ്പോൾ കാരണം ഈ പടം എടുത്തേക്കുന്ന രീതിയും അങ്ങനെയാണ്. കാരണം അനമോർഫിക് ലെൻസിൽ. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അതിൻ്റെ ഒരു സുഖം ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പം ഞങ്ങൾ ക്രിയേറ്റേഴ്സ് ആണ് സാധാരണ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം എല്ലാവരും തിയേറ്ററിൽ മിസ് ഔട്ട് ചെയ്യാണ്ട് പോയി കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. കാര്യം ഞങ്ങൾക്ക് ആക്ച്വലി ഞാനും അച്ചുവും ഒരു പടത്തിൻ്റെ ഷൂട്ടിൽ, സുമതി വളവ് ഒരു പടത്തിൻ്റെ ഷൂട്ടിൽ അവിടെ പാലക്കാട് സ്റ്റക്കായിരുന്നു. അപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക അവിടെ. ഒബ്വിയസ്ലി ഒരു പടം ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ അന്ന് ഓടി കിടന്ന് പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു സൗകര്യക്കുറവ് ഭയങ്കര കാര്യമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഷൂട്ടിൻ്റെ ഇടയിൽ വന്നിട്ട് തിയേറ്റർ വിസിറ്റ്സും പരിപാടികളും പിടിക്കേണ്ടായിരുന്നു. അപ്പോൾ പറയാൻ വേണ്ടി വന്നത്, പടം നല്ല രീതിയിൽ പോകുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്. നമ്മൾക്ക് തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഭയങ്കര റെസ്പോൺസുകൾ കിട്ടുന്നുണ്ട്. സോ കണ്ടവരെന്തായാലും പടം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് പരിപാടി പറഞ്ഞ് മറ്റുള്ളവരും കൂടി പടം കാണണം. OTT വന്ന് പടം വിജയിച്ചിട്ട് നമുക്ക് വലിയ കാര്യമില്ല. അല്ല, നമുക്ക് കാര്യമുണ്ട്, പ്രൊഡ്യൂസറിൻ്റെ വലിയ കാര്യമില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഹൗസ്ഫുൾ ഷോസ് റെഡ് നമുക്ക് ഇങ്ങനെ ബുക്ക് ബൈ ഷോയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ദിവസം റെഡ് പോട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രീതിക്കാണ് റെസ്പോൺസ് വരുന്നത്. നിങ്ങൾക്ക് സ്വയം തന്നെ മനസ്സിലായത് ഈ സിനിമ കണ്ടവരുടെ റെസ്പോൺസ് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ് വേറെ ഒരു സിനിമയാണ് അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പിന്നീടുള്ള റെസ്പോൺസ് നിങ്ങൾ നേരിട്ട് പറഞ്ഞവരുണ്ടാവും, നമ്മൾ മെസ്സേജ് ചെയ്തവരുണ്ടാവും, വിളിച്ചു. ആ റെസ്പോൺസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. നമുക്ക് കുറച്ചും കൂടെ പ്രമോഷൻ വേണ്ടി വന്നിരുന്നോ, വരണമോ എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഞങ്ങളോട് വന്നത്. കാര്യം വെളുപ്പിന് 5:30 വരെ ഞങ്ങൾ രണ്ടുപേർക്കും അവിടെ പുലർച്ചെ വരെ ഷൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് ഞങ്ങളിവിടെ വന്നു. ഇവിടെ രാവിലെ തുടങ്ങി പല പ്രൊമോഷൻസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ 5:30 മണിക്ക് ഇവിടെ വന്ന് എല്ലാവരും കൂടി
നിങ്ങളെല്ലാവരും പ്രശ്നം കൂടി കണ്ടിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മളത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് പടത്തിൻ്റെ അടുത്തുള്ള വിശ്വാസം കൊണ്ടാണ്. ഇപ്പോൾ പടം പ്രശ്നമാണത് അങ്ങനെയാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അത് ആക്ച്വലി ആ കോൺഫിഡൻസ് ഉണ്ട്. കാര്യം തിയേറ്ററിൽ പോയി ഞങ്ങൾ കണ്ടതാണ് ആളുകളുടെ റെസ്പോൺസ്. അപ്പോൾ അതുകൊണ്ട് വന്ന പരിപാടി തന്നെയാണത്. അതെ, ആദ്യമേ അതിനുള്ള നന്ദി പറയാം. കാരണം 6 മണി വരെ ഷൂട്ട്, നൈറ്റ് ഫുൾ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അത്ര 3 മണിക്കൂർ ഡ്രൈവ് ചെയ്തുകൊണ്ട് വന്നതിന് ശേഷം 3 മണിക്കൂർ കഷ്ടി വരെ ഉറങ്ങിയിരിക്കുന്നത്. അതിനുശേഷം നേരെ വന്ന് നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലേക്കാണ്. അപ്പോൾ ഇത്രയും ദിവസത്തെ കാര്യങ്ങൾ നമുക്കറിയാം. കാരണം നമുക്ക് ഒട്ടും പറ്റാത്ത രീതിയിലുള്ളൊരു ടൈറ്റ് ക്ലൈമാക്സിന് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനിടയിൽ അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലാതെ ജസ്റ്റ് ഒഴിവാക്കിയ സംഭവങ്ങളൊന്നും ഉണ്ട്. 2 ദിവസം ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതെ, തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം രേഖാചിത്രത്തിനാണെങ്കിലും ഇതിനാണ് ഞാൻ 2 വേണ്ടിയിട്ട് തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. പുണ്യാളിനാണെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് സിനിമകളാണ്. പുണ്യാളിൻ കഴിഞ്ഞായിട്ട് ആൾക്കാരുടെ മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു തിയേറ്റർ ഇറങ്ങി കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം, ആദ്യം തന്നെ റിയലി സോറി ഇവിടെ എത്താൻ ലേറ്റായി പോയതിന്. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കൊച്ചിയിൽ. പിന്നെ എൻ്റെ ഹെൽത്തും അത്ര കുറച്ച് വീക്കായിരുന്നു. അപ്പം വെയിറ്റ് ചെയ്ത് വെച്ചതിന് റിയലി സോറി. അപ്പം സിനിമയ്ക്ക് നല്ല റിവ്യൂ കിട്ടുന്നുണ്ട്. ഇപ്പം മെസ്സേജ് ആണെങ്കിലും ഈ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് ആണെങ്കിലും എല്ലാം നല്ലതാണ്. അപ്പം അതൊക്കെ കാണുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ക്യാരക്ടർ ബ്രേക്ക് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത്രയും നാളും ചെയ്തു വരുന്ന കഥാപാത്രങ്ങൾ ഒന്നെങ്കിൽ ഒരു ഫോളോ അപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു നാടൻ പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു കോളേജ് ലവ് സ്റ്റോറി, അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ടൊരു കഥാപാത്രമാണല്ലോ ഇത്. ഒരു ആക്ഷൻ രംഗത്തിലേക്ക് അങ്ങനെ ഒരു ശരിക്കും ഫീൽ ചെയ്തോ? ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. എനിക്കിതിന്റെ സിനിമ റിലീസ് ചെയ്യുന്ന മുന്നത്തെ ഒരു ഇന്റർവ്യൂലൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിനിമയെ പറ്റിയിട്ടോ അതിനധികം ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്നും പറയാൻ പറ്റുന്നുണ്ടായില്ല. ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അപ്പം അതിന് ആൾക്കാർ അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ മോശമാണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഞാൻ സ്വീകരിക്കുന്നതാണ്. നിങ്ങൾക്ക് അത് നല്ല അഭിപ്രായമല്ല എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നെ അറിയിക്കണം. രണ്ടും ഞാൻ സ്വീകരിക്കുന്നതാണ്. അപ്പം ആൾക്കാർ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനിടെ തിയേറ്ററിൽ നല്ല റെസ്പോൺസുകൾ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ എങ്കിലും പറയുന്ന പോലെ വലിയ വലിയ സിനിമകൾ ഇനി വരാൻ പോകുന്നു. നാളെ ഇപ്പോൾ വലിയ 2 സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പം തിയേറ്ററുകൾ ഇനി സ്ക്രീനുകൾ ഉണ്ടാവും പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ടല്ലോ, പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്നിരിക്കുന്നതും ഇത് മാക്സിമം ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നതും. പിന്നെ നമുക്ക് എല്ലാ പടവും വർക്കാവണം എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം നമ്മുടെ സ്വന്തം സൗഭികയുടെയും ബേസിലേട്ടിൻ്റെ എല്ലാവരും പടവും നാളെ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ചിന്തയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും മാക്സിമം നമ്മളുടെ പടം പ്രൊമോട്ട് ചെയ്യുക, അതിൻ്റെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഇപ്പോൾ ബാലചേട്ടൻ പറഞ്ഞ പോലെ അധികം തിയേറ്റേഴ്സിൽ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും പാലക്കാട് നിന്ന് അടുത്തുള്ള നമ്മൾക്ക് അന്ന് നെക്സ്റ്റ് ഡേ ആണ്, ഫസ്റ്റ് ഡേ തന്നെയാണ്, സെക്കൻഡ് ഡേ രാഗത്തിലൊക്കെ പോയപ്പോൾ നല്ല റെസ്പോൺസാണ്. തൃശ്ശൂരുകാർക്ക് ഇഷ്ടമായി, നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പം അതിപ്പോൾ ആൾക്കാർ പടം കണ്ടാലേ നമുക്ക് അവരുടെ അടുത്ത് റിവ്യൂ ചോദിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അറിയാനും പറ്റുള്ളൂ. അപ്പോൾ ആ പടം കാണിക്കുക എന്നുള്ളൊരു പരിപാടിയിലാണ് ഞങ്ങളിപ്പോൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പടം കണ്ട് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ. ആക്ച്വലി കഥ പറഞ്ഞപ്പോൾ അത്ര സൈക്കോ ഒന്നും ഉണ്ടായില്ല. ചെയ്തു വന്നപ്പോൾ സൈക്കോ ആക്കിയതാണ് ഡയറക്ടർ. കഥ പറഞ്ഞപ്പോൾ സാധാരണ കാണലായിരുന്നു. മച്ചാനും ജോമാച്ചൻ പോലെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിഴിഞ്ഞ് അങ്ങനെ ആക്കിയെടുത്താണ്. അപ്പോൾ ഇനി ചെയ്യാണ്ട് ശ്രമിക്കാം. അല്ല, അത് ബേസിക്കലി ഡയറക്ടർ, ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഒരു ഡയറക്ടർ ആക്ടർ ആവാനാണ് ശ്രമിക്കുന്നത് ഒരു ലിമിറ്റ് വരെ. അപ്പം അതിൽ ഇപ്പോൾ മഹേഷിന് ആ രീതിക്ക് തന്നെ വേണം, അങ്ങനത്തെ ഒരു പരിപാടി കൊടുക്കണം. അപ്പം അങ്ങനെയാണ് ആ രീതി പിടിച്ചു നോക്കിയത്. മാക്സിമം ആൾക്കാരാക്കാണ്ട് നോക്കിയിട്ടുണ്ട്. എല്ലാ മാസവും ഒരു പടം ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പടം ചെയ്യണമെങ്കിൽ 35 ദിവസം 40 ദിവസം എടുക്കുമല്ലോ. ഇത് പുണ്യാളം ചെയ്തത് 1 വർഷം മുമ്പാണ്. അത് റിലീസായത് 1 വർഷം എടുത്ത് പണി തീർക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന് മുമ്പത്തെ പടം ചെയ്തത് 6 മാസം മുമ്പാണ്. അപ്പോൾ എല്ലാം കൂടി റിലീസ് ഇപ്പോൾ
നമ്മളൊരു ഡേറ്റ് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വലിയ സ്റ്റാർസിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ റിലീസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് പതുക്കെ മാറ്റി വെക്കും. കാരണം നമുക്ക് അത്രയും ലെവലിൽ നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന ഒരു ആക്ടറെ മാറിയിട്ടില്ല നമ്മൾ. അപ്പോൾ ആ ഒരു സേഫ് സൈഡിനാണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സ് മാറ്റി വെച്ചിട്ട് കിറ്റിയ ഡേറ്റ്സ് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാം ഒരുമിച്ചായിപ്പോയി. അപ്പോൾ അത് എനിക്ക് പോയി മാറ്റി വെക്കണം എന്നൊക്കെ ഒന്ന് പറയാനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അത് കേൾക്കാൻ അവർ ബാധ്യസ്ഥരാവണം. അല്ലാണ്ട് വെറുതെ പോയി ഞാൻ പറഞ്ഞ കാര്യമില്ലല്ലോ. ശ്രമിക്കുന്നുണ്ട് മാക്സിമം നമ്പർ കുറയ്ക്കാൻ. പക്ഷെ എല്ലാം കൂടി റിലീസ് ഡേറ്റ്സ് ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് അത് ഞാനത് മനഃപൂർവ്വമല്ല. മനസ്സിലായില്ല. ജനങ്ങളിലേക്ക് ശ്രദ്ധ എത്തുന്നില്ല. കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നത് ഹൈപ്പ്, സ്റ്റാർ കാസ്റ്റ് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം നല്ല പടങ്ങൾ, വാഴ, ജാനമൻ ഇറങ്ങിയ സമയത്ത് കുറേയും കൂടി ആയിരുന്നു, രോമാഞ്ചം. ഇപ്പൊ നല്ല പടങ്ങളും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പടങ്ങളും നല്ല രീതിക്ക് ചെയ്തൊരു പടമാണെങ്കിൽ അത് പീസ്ഫുൾ ആയിട്ട് പോകും. അപ്പൊ അങ്ങനെ ഹൈപ്പ്, ഒരു പടത്തിന് ഹൈപ്പ് നല്ലതാണ്, ഒരിക്കലും ഇല്ലാന്ന് പറയാനുള്ള. പക്ഷെ ഹൈപ്പ് ഇല്ലാത്ത പടങ്ങളും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി കാണുന്നില്ല. ഇതെങ്ങനെ പോണേന്ന് എനിക്ക് മനസ്സിലായി. അതെനിക്ക് ഡയറക്ടർ കൊടുത്താണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് അവനെ വിളിച്ചിരുത്തിയിട്ട്. കാരണം ഒരേ കോസ്റ്റ്യൂം കറക്റ്റ് തെറ്റ് തയ്ച്ചിട്ടുണ്ട് സൈഡില്. അതേ കണ്ട് പിന്നെ നമ്മൾ കാണാതിരിക്കുന്നു. ഇതാണ് ഞാൻ ചോദിച്ചത്, വേണോ ഇത്രയും വേണോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഇല്ല, അത് എന്റെ കാഴ്ചപ്പാടിൽ ആ കള്ളൻ അങ്ങനെയാണ്. പിന്നെ പടം കണ്ടവർക്ക് അറിയാം പുണ്യാളൻ ആണോ എന്നുകൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊരു പോയിന്റ് വരെ കൊണ്ടുപോകുന്നുണ്ട് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ കൂടി ഒന്ന് കുറച്ച് ഓവറാക്കി, ചലാക്കാനല്ല ഓവറാക്കാൻ എന്നുള്ള രീതിയിൽ കുറച്ച് പിടിച്ചായിരിക്കും. അതെ, ഇല്ല, പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് സാംജി ബ്രോ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ച് ക്ലിയർ പിക്ചർ കൊടുത്തിട്ടുണ്ടായി ക്യാരക്ടറിനെ പറ്റി. ഇപ്പൊ കൂടുതലായിട്ട് എനിക്കൊന്നും അങ്ങനെ ഇൻപുട്ട് ചെയ്യാനും കാര്യങ്ങളില്ല. ടൈലന്റ് മാത്രം ഞാൻ സംസാരിച്ച് ഇങ്ങനെ വെച്ചാൽ പെട്ടെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ രീതിയിലൊന്നും ഇന്റർഫിയർ ചെയ്തിട്ടില്ല. എടാ വേറെ ആൾക്കാരുണ്ടല്ലോ തൊണ്ട പറ്റി. അച്ഛൻ ശരിക്കും കീറി മുറിച്ച് വർത്തമാനം പറയുന്ന ഒരാളാണ് ഒരു ക്യാരക്ടറിനെ പറ്റിയും അല്ലെങ്കിൽ സിനിമയെ പറ്റിയും. അപ്പൊ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു പരിപാടി അവിടെ നിന്ന് ആദ്യമേ കിട്ടും. വിളിച്ചു കഴിഞ്ഞാൽ മോശമാണെങ്കിൽ മോശമാണെന്നും എന്തെങ്കിലും കുറഞ്ഞു വേണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു. ചേച്ചിയും അച്ഛനാണ് പ്രോപ്പറായിട്ട് ഈ കാര്യം പിടിക്കുന്നത്. അപ്പോൾ പടത്തിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യാറില്ല. കേട്ട് എനിക്കത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാനത് കേട്ട് കഴിയുമ്പോൾ ആ സന്തോഷത്തിന് പോയി കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ പൊളിക്ക് ആ ഒരു മൂഡാണ്. എൻ്റെ കൂടെ തന്നെ മറ്റേ ബോക്സിങ് റെഡി ആയിട്ടിരിക്കുന്ന ഒരാളെ പോലെ അച്ഛൻ എപ്പോഴും എനിക്കൊരു നല്ല പടം വന്നു കഴിയുമ്പോൾ. ഈ പടം ഇറങ്ങിയപ്പോൾ അച്ഛൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതും നല്ല ഹാപ്പി ആയിട്ട് എടുത്ത് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. നീ കുറച്ച് ഓവറായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഓവർ ആ ക്യാരക്ടറിന് വേണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു. എല്ലാ ക്യാരക്ടറും ഒരേപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ. കഥാപാത്രങ്ങൾ ആ രീതിക്ക് തന്നെ പോകണം. അച്ഛനെ ഹാപ്പിയായി, അച്ഛൻ ഹാപ്പിയായി, ഞാൻ ഹാപ്പി. നോർമലി സിനിമയുടെ ഒരു പകുതി ഭാഗം വരെ ബാലുവും അനശ്വരയും തമ്മിലുള്ള കോമ്പോയാണ്. അപ്പോൾ ഒരു സറൗണ്ടിൽ തന്നെ രണ്ടുപേര്, അപ്പോൾ അതിലൊരു പരിമിതി ഉണ്ടല്ലോ ചെയ്യുന്ന ആക്ടിവിറ്റീസിലാണെങ്കിലും അത് എൻഗേജ് ചെയ്യണം, ലാഗ് ഫീൽ ചെയ്യരുത്. എത്രത്തോളം ടഫാണ് നമ്മൾ കോമ്പോയിൽ നിന്ന് ചെയ്യാനായിട്ട്? ആക്ച്വലി സിനിമ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തുടങ്ങി നമുക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടൊരു പാർട്ട് അതായിരുന്നു. കാര്യം ആദ്യത്തെ ഒരു പോർഷനിൽ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു മേജർ പോർഷൻ ഞാനും അനുവും മാത്രമേ ഉള്ളൂ. അതൊരു മുറിയിലും വേറെ പുറമേയുള്ള സ്ഥലമാണെങ്കിലും ഒരു സ്ഥലവും കാണിച്ച ആൾക്കാരെ പറ്റിക്കാം. ഞങ്ങൾ ഈ രണ്ടുപേരും കൂടി മുറിയിൽ എന്ത് കാണിക്കുന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്ക്രിപ്റ്റിൻ്റെ പരമായിട്ടുള്ള ഗുണങ്ങളുകൊണ്ടും പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിനിമോഗ്രാഫർ
ഒരു അത്യുഗ്രൻ കക്ഷിയായിരുന്നു രണദേവ്. കൂടാതെ നമ്മുടെ ഡയറക്ടർ, ഡയറക്ഷൻ ടീം. അപ്പോൾ ഇവിടെ എല്ലാവരുടെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് ആ ഒരു ലാഗ് അങ്ങനെ ഫീൽ ചെയ്യാതെ പരിപാടി രസമായിട്ട് പോകാൻ പറ്റിയത്. അത് ഓൾ ക്രെഡിറ്റ്സ് ടു ദം. ഇപ്പൊ സെലക്ട് ചെയ്യുന്ന സിനിമകൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, എപ്പോഴും കുറച്ചുകൂടെ സെലക്ട് ചെയ്യണം. പണ്ട് ചെയ്യുന്ന പോലെ അത്രയും അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുക, അതേപോലെ കരിയർ ഒന്നുകൂടെ മെച്ചപ്പെടാൻ സമയമായി, എനിക്ക് ഇനി കുറച്ചുകൂടെ ചൂസ് ചെയ്ത കഥാപാത്രങ്ങൾ വേണം എന്ന് തീരുമാനമെടുത്തോ? വേണ്ടേ? അപ്പൊ ഡെഫിനറ്റ്ലി ബ്രോ. കാര്യം നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ സിനിമ കഴിയുമ്പോഴും നമുക്ക് പിന്നെ പണ്ടത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഡിഫറെൻ്റ് ആണ്. പണ്ട് എനിക്ക് അങ്ങനെ വരുന്ന സിനിമകളുടെ എണ്ണങ്ങൾ, അല്ലെങ്കിൽ പണ്ട് ഒരു കൊച്ചിക്കാരൻ ചെക്കൻ എന്ന് പറയുമ്പോൾ വിളിക്കുന്ന കോളാണ് എൻ്റെ ഈ കണ്ടുകൂടെ. അതേപോലെ എൻ്റെ ഫോണിൽ നേരെ വിളിക്കും, ഹലോ ബാലു അല്ലേ, ഒരു കൊച്ചിക്കാരൻ ചെക്കൻ്റെ ആവശ്യമുണ്ട് വിളിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഡയറക്ടേഴ്സ് ഒന്നും എനിക്ക് വേറെ രീതിയിലുള്ള സിനിമകൾ തന്നുകൊണ്ട് മാത്രമാണ് പല രീതിയിലുള്ള ക്യാരക്ടേഴ്സിനെ ഇപ്പോൾ വിളിച്ചു കൊടുക്കുന്നത്. അപ്പം ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇനി ചെയ്യും, ഒരുപാട് ചെയ്യും. ഞാൻ ഭയങ്കര നിഷ്കളങ്ക മനുഷ്യനാണ്. പക്ഷെ ആക്ച്വലി പറയാലോ, നമ്മൾക്ക് ആക്ടിങ് ആയിരുന്നു. ശരിക്കും നിഷ്കളങ്കൊന്നുമില്ല. അത് തന്നെ ബ്രോ നേരത്തെ പറഞ്ഞ കാര്യം. നമുക്ക് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ അത് രസമായിട്ട് വരുന്നുള്ള കോൺഫിഡൻസ് ഡയറക്ടറിനും ബാക്കി എൻ്റെ ടീമിനും ഉണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്ത് നമ്മൾ കാണിച്ചു തരാൻ ചെയ്തു. സോ ഹാപ്പിയായിരുന്നു. സ്ക്രിപ്റ്റ് കിട്ടിയ മൊമെന്റിൽ എല്ലാവർക്കും ഞാൻ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അർജുൻ ബാലചന്ദ്രനാണെങ്കിലും അനശ്വരാണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ പടത്തിൽ അവർ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ്. അച്ഛൻ കള്ളനായിട്ട് ചെയ്തിട്ടില്ല. അനശ്വരാണെങ്കിലും ഈ ക്യാരക്ടർ കണ്ട അറിയാം. ബാലചേട്ടനാണെങ്കിലും നമ്മൾ കൊച്ചിക്കാരൻ പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞ പോലെ അത് വ്യത്യസ്തമായിട്ട് ഒരു പള്ളിയിലച്ചനായിട്ടാണ് ഇതിൻ്റെ കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് ബ്രോ. കണ്ട ആളുകൾക്ക് പടം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറയണം, ഫസ്റ്റ് പടമാണ്, സോ സ്പ്രെഡ് ചെയ്യണം, എല്ലായിടത്തും പറഞ്ഞിട്ട് ഫാമിലിയായിട്ട് ഒന്ന് കാണാൻ പറയണം. തമിഴ് ഡിസ്ട്രിബ്യൂഷൻ ഏതോ ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനി സമീപിച്ചതായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഇവിടുത്തെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാവാൻ അവർ ചർച്ച വരുന്നതും ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നത്. എന്താണ് അതിനെപ്പറ്റി എന്തെങ്കിലും അപ്ഡേറ്റ്? തീർച്ചയായിട്ടും തമിഴ് ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് അത് ലോഞ്ച് ചെയ്യുന്ന നമ്മളൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കാണും. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ കണ്ട ഈ തമിഴ് പ്രേക്ഷകരുടെ ഒരു പ്രായം പ്രമാണിച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണോ അത് അവർ അറിഞ്ഞിരിക്കുന്നത്. നമ്മൾ കൂടുതലായിട്ട് തമിഴിൽ പ്രൊമോട്ട് ചെയ്യാൻ പോയിട്ടില്ല. നമ്മൾ മലയാളം പോലും റിലീസ് ചെയ്തില്ലായിരുന്നു. നമ്മൾ കേരളത്തിൽ മാത്രമാണ് റിലീസ് ഉണ്ടായിരുന്നത്, പിന്നെ യു എയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം തമിഴിൽ നിന്ന് എനിക്ക് വന്നിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് നമ്മൾ അവിടുത്തെ വലിയൊരു ഗ്രൂപ്പ് തന്നെയാണ്, വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് റിലീസ് ചെയ്യുന്നതാണ്. ക്ലീശകളെ കുടിച്ചെടുക്കുന്ന കഥാപാത്രമാണ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ. അതുകൊണ്ടാണ് അനശ്വരയെ കാസ്റ്റ് ചെയ്യാൻ. അനശ്വരയെ കാസ്റ്റ് ചെയ്യാൻ കാരണം ഈ ക്യാരക്ടർ അനശ്വര ചെയ്താൽ നന്നാവുമെന്ന് തുടക്കം തൊട്ടേ ഈ സ്ക്രിപ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്തപ്പോൾ തൊട്ടേ തോന്നി. അങ്ങനെയാണ് അനശ്വരയിലേക്ക് എത്തിയത്. ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നു അങ്ങനൊരു ചേഞ്ച് ഓവർ. സോ അനശ്വര ചെയ്തപ്പോൾ ഭയങ്കര രസമായിട്ട് വന്നു. ഇല്ല, അനശ്വര ആക്ച്വലി ആക്ഷൻസ് നല്ല കൂളായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. പഠിച്ചിട്ടുണ്ട് പുള്ളിക്കാരി. മുമ്പ് ഒരു പടം ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നില്ല. നോർമലി ഇപ്പം ആക്ഷൻ പടങ്ങളുടെ വയലൻസിന്റെ ഒക്കെ ഒരു കാലമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തിയേറ്ററിൽ അങ്ങനെ വയലൻസ് കാണുമ്പോൾ കൂടുതൽ ആളുകൾ കയറി പോകുന്ന ഒരു പ്രവണതയുണ്ട്. എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അത്രയും പക്ക വയലൻസ് ആയിട്ടൊരു കഥാപാത്രം കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് എക്സ്ട്രീം ലെവലിലേക്ക് ഒന്ന് പോകാൻ പറ്റുമായിരുന്നു? അങ്ങനെ കുറിച്ചിട്ടോ? ഈ പടം ഒന്ന് ആൾക്കാർ കുറച്ച് കാണിട്ട് എന്നിട്ടൊക്കെ പടത്തിനെ പറ്റി ആലോചിക്കാൻ ആഗ്രഹം. കുറെ ആഗ്രഹമൊക്കെ ഉണ്ട്, അതിലൊരു ആഗ്രഹമായിരുന്നത്. പക്ഷെ നമുക്ക് പറ്റും നമുക്കൊരു വിശ്വാസം വന്നവരെ നമ്മൾ പുതിയ പുതിയ പരിപാടി പിടിച്ചുകൊണ്ടിരിക്കണമല്ലോ. കാരണം ഒരു ചാടി കയറി എന്തിനാണ് ഫീൽഡ് ഔട്ട് ആക്കണത്? പതുക്കെ പിടിച്ചു നോക്കട്ടെ. എന്താണ് നോർമലി ഇപ്പം നല്ല രീതിയിൽ കരിയർ ഗ്രാഫിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആക്ടേഴ്സിനെ പലരും ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്.
ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഷെയ്ൻ്റെ പടം ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ സിനിമ തകർക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. സിനിമ പല ഓടുന്നില്ല, നെഗറ്റീവിൽ സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവിൽ കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഇപ്പം അർജുൻ്റെ കരിയർ നോക്കി തന്നെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും പോയിന്റ് ആരെങ്കിലും താങ്കളെ ടാർഗറ്റ് ചെയ്ത് തോന്നുന്നുണ്ടോ? ഇല്ല ബ്രോ, കാരണം എനിക്കിപ്പോ ഞാൻ ചെയ്ത പടങ്ങളും മോശമായ പടങ്ങളും ഉണ്ട്. അതിന്റെ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വരാറുണ്ട്. നല്ല പടങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കി ശ്രദ്ധിച്ച് നല്ല സ്ക്രിപ്റ്റൊക്കെ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവില് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കഥകൾ ചിലപ്പോൾ ഇറങ്ങുന്ന സമയം അല്ലെങ്കിൽ ചെയ്തു വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ആവാതെ ആവുമ്പോഴൊക്കെയാണ് ഈ പടം ഓഡിയൻസിന് വർക്കൗട്ട് ആവാതെ വരുന്നത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് അടുത്ത പടത്തിൽ നമ്മൾ തിരുത്താം അല്ലെങ്കിൽ നോക്കി ചെയ്യുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ടാർഗറ്റ് ചെയ്യുക നമ്മളെ തളർത്താൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇതൊരു. എന്തോ ഓഫറാണ്? നീയാണ് ഞാൻ ചെയ്തു പറയാം. നല്ല ഓഫറായിരുന്നു, ഞാൻ പറയാം. അതെന്താ അനൗൺസ് ചെയ്തിട്ടില്ല. അതിപ്പോ ഞാൻ ഇട്ടിട്ടുണ്ടായി ഒരു പടം, നമ്മുടെ AL വിജയ് സാറിന്റെ പടത്തിൽ ഒരു പടം ഒരു ക്യാരക്ടർ ചെയ്തായിരുന്നു, സെക്കൻഡ് ലീഡ് പോലെ. അതറിയില്ല. ചില വ്യക്തികളെ ശരിക്കും ആക്ടർമാരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ ചോദിച്ചത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം തന്നെ ഒരു സുഹൃത്ത് ചോദിച്ചപ്പോൾ അവർക്ക് എൻ്റെ ഒരു മറുപടി തന്നു. അങ്ങനെ ഒരു വ്യക്തിയെ ഒരു ആക്ടറെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ പടങ്ങൾ മോശമാക്കാൻ ആ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ മോശമാക്കാൻ പറ്റുമോ? ആളുകൾ കാണുന്ന പോലെ തന്നെ ആയിരിക്കും. ഒരു 10 പേര് കണ്ടിട്ട് 25 പേർക്ക് സിനിമ വർക്കായി കഴിഞ്ഞവർക്കായിരിക്കും. അല്ലാതെ നമ്മൾക്ക് ആർക്കും ഒരു വ്യക്തി എൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പടം മോശമാണെന്ന് പറഞ്ഞാൽ പടം മോശമാവില്ല. ആളുകൾ കണ്ടത് ഇഷ്ടപ്പെട്ടാൽ സിനിമ വിജയിക്കും. നമ്മളുടെ പടത്തിൽ തന്നെ നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പറയാൻ പറ്റുന്ന കാര്യം, നമ്മളുടെ പടം അങ്ങനെ ഭയങ്കര ഒരു വലിയ ഹൈപ്പും പരിപാടിയൊന്നും കൊടുത്തിട്ട് വന്നൊരു സിനിമയല്ല. പക്ഷേ തിയേറ്ററിൽ ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് റിവ്യൂസ് വരുന്നത്. പടം നന്നായിട്ട് വരുന്നു എന്നൊക്കെ പറയുന്നു. തിയേറ്റേഴ്സിൽ ഇപ്പോൾ അത്യാവശ്യം ആളുകൾ കയറി തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആൾക്കാരെ ഇങ്ങനെ മാറ്റി വെക്കാൻ പറ്റുന്നൊരു കാലഘട്ടം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. കുറേ കൂടി കാര്യങ്ങൾ ഓപ്പണായി, ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. വളരെ ട്രാൻസ്പെറൻ്റ് ആണ് സിനിമ എങ്ങനെയാണ്, മോശമാണോ നല്ലതാണെന്ന് ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓൺലൈൻ റിവ്യൂസും പരിപാടികളെല്ലാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സമയത്തിലേക്ക് മാറി. കണ്ടിട്ടേക്കും തീരുമാനിക്കണ്ടേ? ഞങ്ങൾക്കറിയില്ല. വ്യക്തമാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഹൈദരക്ക അത് ചിലപ്പോ ഹൈദരക്ക പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കാം. ഹൈദരക്ക എന്താ വിശ്വസിക്കണേ? കഴിയുമോ? പരസ്യമായിട്ട് എന്റെ സിനിമകൾ തകർക്കുന്നു, എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ മലയാള സിനിമയ്ക്ക് മൊത്തത്തിലാണ് വരുന്നത്. മലയാള താങ്കളുള്ള ഉൾപ്പെടെയുള്ള അഭിനയിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ ഇങ്ങനെയുണ്ട്. പക്ഷെ നിങ്ങൾ ഉൾപ്പെടുന്ന മീഡിയയും കൂടി അങ്ങനെ ചെയ്യുന്നു പറയുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? എന്ത് തോന്നുന്നു ഹൈദരക്ക? മീഡിയാസ് അല്ല, വ്യക്തിപരമായി ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ചില ആളുകൾ വ്യക്തിപരമായി എന്റെ ടാർഗറ്റ് ചെയ്യുന്നു, എന്റെ സിനിമ കൂടി ഞാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് അവിടെയാണ് യോജിപ്പില്ലാതെ വരുന്നത്. ബാലുവിന്റെ അത്ര സിനിമ, അച്ഛൻ്റെ അത്ര സിനിമ, കാര്യം എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ അനുഭവം ഉണ്ടാകുമ്പോൾ കിട്ടുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അറിയില്ല. ഇപ്പൊ കിട്ടിയപ്പോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിരിക്കും പിന്നെ സമയമാകുമ്പോ. എനിക്ക് എഴുതാനറിയില്ല, അതായത് വായിക്കാറില്ല. ഷൂട്ട് എൻ്റെ ഒരു മേജർ പോർഷൻ ഓഫ് ഷൂട്ട് കഴിഞ്ഞു. ഇനിയൊരു 5-6 ദിവസം ഷൂട്ട് കൂടി ബാക്കിയുണ്ട്. അത് നമ്മുടെ ഈ സമൂഹത്തിൽ വളരെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷെഡ്യൂൾ ബ്രേക്കിന്റെ സമയത്ത് അതിൻ്റെ ഷൂട്ട് നടക്കും. എന്തോ
വിനീതേട്ടനും ധ്യാനൊക്കെയായിട്ടുള്ള കോമ്പിനേഷൻ ഓൾറെഡി കഴിഞ്ഞു. ദിലീപായിട്ടുള്ള കോമ്പിനേഷൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു 7-ാം തീയതി തുടങ്ങിയായിരിക്കും. നെക്സ്റ്റ് മന്ത് 7th തുടങ്ങി ഷൂട്ട് ഉണ്ടാവും. ഒരു 5-6 ദിവസം ഷൂട്ട് ഉണ്ടെന്ന് വെച്ചാൽ യെസ്, അതൊരു മാഡ്നസ് പരിപാടിയാണ്. നല്ല രസമുണ്ട്. ഒരു ടോട്ടലി ഏത് ജോണറാണെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു ടോട്ടലി വേറൊരു ജോണറിൻ്റെ ഒരു സിനിമയാണ്. ഒരു മാഡ്നസ്, ഒരു ഭ്രാന്തൻ സിനിമയാണ്. ഭയങ്കര രസമുണ്ട്. ബാലിച്ചേട്ടൻ്റെ സിനിമകൾ എടുത്താൽ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഫസ്റ്റ് പറയുന്ന ഒരു പടം ഏതെന്ന് വെച്ചാൽ ഹണിബി എന്ന് എനിക്ക് പറയാം. ചെയ്ത് വെച്ചാൽ എല്ലാ സിനിമ നോക്കിയാൽ തന്നെ ഫസ്റ്റ് ബാലു എന്ന് പേര് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന കഥാപാത്രം ഒന്ന് ഹണിബിയിലെ കഥാപാത്രമാണ്. ആ ഒരു ഗ്യാങ്ങിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ബോണ്ടല്ലോ. ആ ഒരു ഗ്യാങ്ങുമായിട്ട് ഇങ്ങനെ ഒരു ചിത്രം വരാൻ ചാൻസ് ഉണ്ടോ? അതാ ഒരു വൈബിൽ എൻ്റെ ഒരു വിഷയമല്ല, ജിഗ്ഗർ തന്നെ ചോദിക്കണം. കാര്യം നമ്മൾക്ക് ആക്ച്വലി വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് ഇന്ന് ഇന്റർവ്യൂലൊക്കെ ഇത് പറയണ്ടായിരുന്നു. എന്നെ ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ അംബ്രോ എന്ന് പറഞ്ഞ് വിളിക്കേണ്ടൊരു ഇപ്പോഴും വിളിക്കാറുണ്ട്. വേറെ ക്യാരക്ടറിന്റെ പേര് പറഞ്ഞിട്ട് ചിലപ്പോൾ അത്ര വിളിക്കില്ലായിരിക്കും. ആംബ്രോ ഭയങ്കര ആൾക്കാരുടെ ഇടയിൽ രജിസ്റ്റർ ചെയ്ത പേരാണ്. ഒരു ആഫർ ബുക്കും പരിപാടിയെല്ലാം. അപ്പോൾ എനിക്ക് അത് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ജിജേട്ടന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. പക്ഷെ ഇപ്പം തൽക്കാലം അങ്ങനെ ഒരു ഐഡിയ ഇല്ല. ഐഡിയ വരാം. ഞാൻ പറയില്ല. എന്താ എനിക്കറിയില്ല. ലാലേട്ടനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. സാധനം എത്ര എന്താണല്ലേ എഴുതിനെ പറ്റിയോ? എനിക്ക് പറയാവുന്നതല്ലായിരുന്നു. അത് ഒന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സബ്ജക്റ്റ് എഴുതണമെന്നുണ്ടായിരുന്നു. അത് എഴുതി എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. മെയിനായിട്ട് പറയാമോ? നിങ്ങൾ വേറെ പടങ്ങളിലൊക്കെ പരിപാടി ഇവിടെ നൈസായിട്ട് വേറെ മഞ്ഞുള്ള പിള്ളേരെല്ലാം കൂടെ ഉണ്ട്. പക്ഷെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോന്നൊന്നും പറയാൻ പറ്റില്ല. അതിനകത്ത് ഒരു അമ്മയും കുഞ്ഞും എന്നുള്ളൊരു രീതിയിലാണ് സിനിമ പോകുന്നത്. മഞ്ഞുമല പിള്ളേരെല്ലാവരും അപ്പോഴും എപ്പോഴും കൂടെ ഉണ്ടാവും. അത്രയുള്ളൂ. മഞ്ഞുമലല്ല, ഞങ്ങളെ കൂടെയുള്ള പിള്ളേരുണ്ട്. എന്നെ വിളിച്ചിട്ടില്ല, ചോദിക്കാൻ വിളിച്ചു. പക്ഷെ അത് ഉറപ്പായിട്ടും കൂടെ ഉണ്ട്. ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഇതൊരു പീക്ക് ടൈം ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കരിയറിൽ ഇപ്പൊ നിൽക്കുന്ന ഒരു പോയിന്റ് ഒരു പീക്ക് ടൈം ആണ്, അല്ലെങ്കിൽ ഇനിയുള്ളത് ഇതിന്റെ പീക്ക് ടൈം ആണെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അടുത്ത വർഷം, അതിനപ്പുറത്തെ വർഷമൊക്കെ എന്റെ പീക്ക് ടൈം ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ. അപ്പം ഇത് ജസ്റ്റ് ഒരു പീക്ക് ടൈമിൽ ഇങ്ങനെ മാത്രം ഒതുങ്ങിയിരിക്കാൻ ഇപ്പൊ എനിക്ക് ആഗ്രഹമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ ഓട്ടോഗ്രാഫൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂന്റെ കാരണം അത്രയും എനിക്ക് ഒരു എന്റെ മമ്മൂട്ടി ചേട്ടന് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് എങ്ങനെയുണ്ടായിരുന്നു മമ്മൂട്ടി? നല്ല രസമായിരുന്നു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കത് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അന്ന് വാങ്ങി കിട്ടിയതിൽ സന്തോഷം. അപ്പോൾ എല്ലാവരും കണ്ടവര് കാണാത്തവരടുത്ത് പറഞ്ഞ് എല്ലാവരും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും പോയി കാണാൻ പറയണം.